നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയ അളവിൽ വേണ്ടതും എന്നാൽ നമുക്ക് അത്യധികം പ്രധാനപ്പെട്ടതായിട്ടുണ്ടാകുന്ന ധാതുക്കളിൽ ഒന്നാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൃക്കരോഗങ്ങളോ ഹോർമോൺ പ്രശ്നങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ എടുക്കുന്നത് വഴി അതല്ലെങ്കിൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള പൊള്ളൽ വഴി എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയാം. ഒരു മെഗ്നീഷ്യം ഗുരുതരമായ രീതിയിൽ കുറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ പേശികളിലൊക്കെ എന്തെങ്കിലും വലിവോ വേദനയോ ഉണ്ടാകാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ളൊരു ക്ഷീണം നമുക്ക് തോന്നാം. ഉറക്കക്കുറവിന് കാരണമാകാം, നമ്മുടെ BP അടക്കം ബ്ലഡ് പ്രഷർ അടക്കം എന്ത് ചെയ്യാം കൂട്ടാം. ഈ ഒരു മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു 320 തൊട്ട് 420 മില്ലിഗ്രാമാണ്. ഇവ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെഗ്നീഷ്യത്തിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവിന് നമുക്ക് നികത്താൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ വളരെ കുറച്ച് വളരെ ചെറിയ അളവിൽ വേണ്ടതും എന്നാൽ നമുക്ക് അത്യധികം പ്രധാനപ്പെട്ടതായിട്ടുണ്ടാകുന്ന ഒരു ധാതുക്കളിൽ ഒന്നാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഓരോ മെറ്റബോളിസം നടക്കണമെങ്കിൽ എൻസൈംസ് ആവശ്യമാണെന്നല്ലേ. ഈ ഒരു എൻസൈംസിൻ്റെ പ്രവർത്തനം, അതായത് 300-ലധികം എൻസൈംസിൻ്റെ പ്രവർത്തനത്തിന് ഈ ഒരു മെഗ്നീഷ്യം നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ ഈ ഒരു മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സംഭരിച്ച് വെക്കുന്നത് നമ്മുടെ മസിലുകളിലും അതുപോലെ തന്നെ പേശികളിലുമാണ്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യുന്നില്ല, നല്ല രീതിക്ക് കിട്ടത്തില്ല. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ദഹനക്കുറവിൻ്റെ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വൃക്കരോഗങ്ങളോ അതല്ലെങ്കിൽ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പം നമ്മൾ ഹൈപ്പർ പാരാതൈറോയിഡിസം അതല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം പോലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ എടുക്കുന്നത് വഴി, ഇപ്പം ഡയൂററ്റിക്സ് അല്ലെങ്കിൽ ആംഫോടെറിസിൻ B, അമിനോഗ്ലൈക്കോസൈഡ്, ആൻറ്റിബയോട്ടിക്സ് ഇവയൊക്കെ എടുക്കുന്നത് വഴിയോ, അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഇപ്പോൾ നമ്മൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള പൊള്ളൽ വഴി ഒക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയാം. സത്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനുള്ള മെഗ്നീഷ്യം കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയാം. അപ്പോൾ നമ്മുടെ ശരീരം ഈ ഒരു മെഗ്നീഷ്യം കുറയുന്ന സമയത്ത് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവേ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഓക്കാനം അല്ലെങ്കിൽ ഛർദിയാണ്. അതേപോലെ വിശപ്പില്ലായ്മ ഉണ്ടാകാം, നമുക്കൊരു ഉന്മേഷക്കുറവ്, ബലക്കുറവ്, ക്ഷീണക്കുറവൊക്കെ ഉണ്ടാകും. ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത പോലെ ഒരു തളർച്ചയൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ ഒരു മെഗ്നീഷ്യം വളരെ കുറവാവുക, ഗുരുതരമായ രീതിയിൽ കുറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ പേശികളിലൊക്കെ എന്തെങ്കിലും വലിവോ അതല്ലെങ്കിൽ വേദനയോ ഉണ്ടാകാം, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ആയിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് നമുക്കൊരു ഉന്മേഷക്കുറവാണ്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ളൊരു ക്ഷീണം നമുക്ക് തോന്നാം. മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കൺപോളകളൊക്കെ തുടിക്കുന്ന പോലെ തോന്നാം, അതല്ലെങ്കിൽ നമ്മളെ ഹൃദയമിടിപ്പിൽ തന്നെ താളം തെറ്റുന്നത് പോലെ ഉണ്ടാവാം. ചിലപ്പം ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ വിഷാദം, അല്ലെങ്കിൽ നമ്മളെ ഒരു ഉത്കണ്ഠ ഉണ്ടാകാം, നമ്മളെ ഉറക്കക്കുറവിന് കാരണമാകാം, നമ്മുടെ BP അടക്കം ബ്ലഡ് പ്രഷർ അടക്കം എന്ത് ചെയ്യാം കൂട്ടാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ്. എങ്ങനെയൊക്കെയാണ് ഇവ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പേശിവേദന അല്ലെങ്കിൽ പേശി വലിവ് ഉണ്ടാകുന്നു. ഈ ഒരു മെഗ്നീഷ്യമാണ് ശരീരത്തിലുള്ള പേശികളെയൊക്കെ വിശ്രമിക്കാനും അതേപോലെ തന്നെ ചുരുങ്ങാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഈ മെഗ്നീഷ്യം കുറയുന്ന സമയത്ത് നമ്മുടെ പേശികളൊക്കെ എന്ത് ചെയ്യും, വലിയൽ കൂടുതലായിട്ടുണ്ടാവുക ചെയ്യുന്നത്. അപ്പം ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, രാത്രി കാലങ്ങളിലൊക്കെ കാലിൽ മസിൽ കയറുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വലിച്ചിൽ പോലെയോ ഒക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഈ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് മെഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാഡീ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെയൊക്കെ കുറവ് കൊണ്ടോ കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മൾ പൊതുവെ കണ്ടുവരുന്നതെന്ന് പറയുന്നത് ആ ഒരു അമിതമായിട്ടുള്ള ക്ഷീണമാണ്. അപ്പോൾ ഈ ഒരു മെഗ്നീഷ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഊർജ്ജം നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഗ്നീഷ്യം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് തുടിക്കുന്നതാണ്, കൺപോളകൾ തുടിക്കുന്നത്. അപ്പം മെഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ ആവണമെന്നല്ല, പക്ഷേ നമ്മുടെ ഈ ഒരു മെഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടും ഈ ഒരു കൺപോള തുടിക്കൽ നമുക്ക് ഉണ്ടാവാം. അതല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊണ്ടൊക്കെ നമുക്ക് ഇതുണ്ടാകുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഓസ്റ്റിയോപോറോസിസ് ആണ്. ഇപ്പം നമുക്കറിയാമല്ലേ, മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യത്തിനെ അതേപോലെ തന്നെ വിറ്റാമിൻ D ഒക്കെ നിയന്ത്രിക്കുന്നതാണ്. ഈ കാൽഷ്യവും വിറ്റാമിൻ ഡിയും നമ്മുടെ എല്ലുകളിലെ ബലപ്പെടുത്തുകയും സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഗ്നീഷ്യം കുറയുന്ന സമയത്ത് ഇവയുടെ പ്രവർത്തനം എന്ത് ചെയ്യുന്നുണ്ട്, തകരാറിലാകുകയും
അതുവഴി നമ്മുടെ ഈ ഒരു എല്ലിൻ്റെയൊക്കെ ബലം കുറയുക ചെയ്യാം. അതാണ് പിന്നീട് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങളിലേക്കും എല്ല് പൊട്ടുന്നയൊക്കെ അവസ്ഥകളിലേക്കും നമ്മൾ എത്തിക്കുന്നത്. അതേപോലെ തന്നെ ഉണ്ടാകുന്നതാണ് BP കൂടുക എന്ന് പറയുന്നത്. ഈ ഒരു മെഗ്നീഷ്യമാണ് നമ്മളുടെ രക്തക്കുഴലുകളിലെ ഉള്ളിലുണ്ടാകുന്ന സ്മൂത്ത് മസിൽസിനെ ചുരുങ്ങാനും അതുപോലെ വിശ്രമിക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പം ഈ ഒരു മെഗ്നീഷ്യം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും അതുവഴി ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്യുന്നു. അടുത്തതായിട്ടുണ്ടാകുന്നതാണ് വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ. അപ്പം നമുക്കറിയാം അല്ലേ, നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ നമ്മൾ ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സെറോട്ടോണിനൊക്കെ പോലെ. അപ്പം ഈ ഒരു ഹാപ്പി ഹോർമോൺസിനെയൊക്കെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതും ഈ ഒരു മെഗ്നീഷ്യമാണ്. അപ്പോൾ ഈ മെഗ്നീഷ്യം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സെറോട്ടോണിൻ്റെയൊക്കെ പ്രവർത്തനം നല്ല രീതിക്ക് നടക്കാതിരിക്കുകയും അതുവഴി നമുക്ക് ഈ ഒരു വിഷാദമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഉന്മേഷക്കുറവൊക്കെ നമുക്ക് ഉണ്ടാവാം. അടുത്തതെന്ന് പറയുന്നത് ഓർമ്മക്കുറവാണ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ടാകാം. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ തലച്ചോറിൽ NMDA എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സിൻ്റെ പ്രവർത്തനത്തിനെയും മെഗ്നീഷ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റിസപ്റ്റേഴ്സ് വഴിയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ നമ്മൾ ഓർമ്മശക്തിയെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിക്ക് സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ ഈ ഒരു NMDA റിസപ്റ്റേഴ്സ് വഴിയാണ്. അപ്പം ഈ ഒരു മെഗ്നീഷ്യം കുറയുന്ന സമയത്ത് ഈ റിസപ്റ്റേഴ്സിന് നല്ല രീതിക്ക് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റാതിരിക്കുകയും അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകാം. അടുത്തത് ഈ മെഗ്നീഷ്യവും ഉറക്കവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്കറിയാം അല്ലേ, നമ്മുടെ ശരീരത്തിൽ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും അത്യാവശ്യമാണ്. അപ്പം ഈ ഉറക്കത്തിനെ നമ്മളെ സഹായിക്കുന്നതാണ് മെലട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ്. ഇവയുടെ പ്രവർത്തനത്തിന് എന്തുണ്ട്? ഈ ഒരു മെഗ്നീഷ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെഗ്നീഷ്യമാണ് നമ്മളെ ഉറക്കത്തിലേക്ക് നമ്മളെ ഒരു മനസ്സിനെ നമ്മുടെ ശരീരത്തിനെയും കൊണ്ടുപോകുന്നതും നമ്മളെ ശാന്തമാക്കാനൊക്കെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ കുറവ് എന്ത് ചെയ്യാം? നമുക്ക് ഉറക്കക്കുറവോ അതുപോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാം. കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഗാബ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അതായത് ഗാമ അമിനോ ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രവർത്തനത്തിനും ഈ പറയുന്ന മെഗ്നീഷ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം രാത്രികാലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു മെഗ്നീഷ്യം കുറയുന്നത് വഴി നമ്മുടെ കാലുകളിൽ വലിവ്, പേശി വലിവായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം നല്ല രീതിക്ക് കിട്ടാതിരിക്കുകയോ രാത്രിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന പോലെയോ അല്ലെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ഉന്മേഷം ഇല്ലാതിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാവാറുമുണ്ട്. അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുക എന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു മെഗ്നീഷ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം കാൽഷ്യവും അതേപോലെ തന്നെ പൊട്ടാസ്യവും കയറണമെന്ന് നോക്കുന്നത്, അതായത് നിയന്ത്രിക്കുന്നത്. അപ്പം ഈ ഒരു മെഗ്നീഷ്യം എന്ത് ചെയ്യും? കുറയുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ കോശങ്ങളിലേക്ക് കൂടുതലായിട്ട് കാൽഷ്യം കയറുക ചെയ്യുക. അപ്പം ഈ ഒരു കൂടുതലായിട്ട് കാൽഷ്യം കയറുന്നത് വഴി നമ്മുടെ മസിൽസ് നല്ല രീതിക്ക് എന്ത് ചെയ്യും? ഉത്തേജിക്കപ്പെടുക ചെയ്യുക. അതുവഴി എന്ത് ചെയ്യും? പൊട്ടാസ്യത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് അത് തകരാറിലാക്കുകയും ഇതുവഴി നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു ഇലക്ട്രിക് സിഗ്നലിൽ തന്നെ താളപ്പിഴവുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹൃദയമിടിപ്പ് തന്നെ ഒരു താളം തെറ്റുന്ന പോലെ നമുക്ക് തോന്നാം. ഇനി ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, മെഗ്നീഷ്യം സത്യത്തിൽ നമുക്ക് ഭക്ഷണത്തിൽ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ ഒരു മെഗ്നീഷ്യത്തിൻ്റെ കുറവ് നമ്മൾ പലരിലും കാണുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ശരിയായ അളവിൽ ഈ ഒരു മെഗ്നീഷ്യം എത്താത്തതുകൊണ്ടാണ്. അതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സമീകൃതമായിട്ടുള്ളൊരു ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതായത് കൂടുതലായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്ത് ചെറിയ അളവിൽ ചോറ് കഴിക്കുക. അതേപോലെ തന്നെ ബാക്കി പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക എന്നല്ലേ. ഈ ഒരു മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു 320 തൊട്ട് 420 മില്ലിഗ്രാമാണ്. അപ്പം ഇവ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെഗ്നീഷ്യത്തിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവിന് നമുക്ക് നികത്താൻ പറ്റും. ഇവ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മത്തങ്ങാക്കുരുവിലാണ്. 592 മില്ലിഗ്രാം പോലെ എന്തുണ്ട്? മത്തങ്ങാക്കുരുവിൽ ഈ ഒരു മെഗ്നീഷ്യം ഉണ്ട്. നമുക്കതിന് 2 മുതൽ 3 ടേബിൾ സ്പൂൺ എന്ത് ചെയ്യാം? നമുക്ക് മത്തങ്ങാക്കുരു നമുക്ക് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 20 തൊട്ട് 30 ഗ്രാം എന്ന അളവിൽ. അതുകൂടാതെ തന്നെ നമുക്ക് ചിയാ സീഡ്സോ അതല്ലെങ്കിൽ എള്ളോ ബദാം പിന്നെ കശുവണ്ടിയില്ലേ, അത് നമുക്ക് ഒക്കെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അതല്ലെങ്കിൽ കൂടുതൽ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.